ഹലോ ഗേസ്, ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം നഗരത്തിലെ പോത്തൻകോടിനടുത്തുള്ള കാട്ടായിക്കോണം എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു മടവൂർ പാറ എന്ന ഒരു പാറയ്ക്കടുത്ത് ഒരു അതിപുരാതനമായൊരു ഗുഹാക്ഷേത്രമുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മളിന്ന് പോകുന്നത്. ഇത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ ആണ് മടവൂർ ഈ ഗുഹാക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള ദൂരം. ശ്രീകാര്യം പോത്തൻകോട് റൂട്ടിൽ വലതുഭാഗത്തായാണ് മടവൂർ പാറയിലോടടുത്ത് ചേർന്ന് ഒരു വഴി കാണാം. ഇതിലെയാണ് ഈ ഗുഹാക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. അതിപുരാതനമായ വളരെയധികം ഇപ്പോൾ പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന മടവൂർ പാറയിലെ ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1960 വരെ ചെങ്കോട്ടുകുണം ആശ്രമത്തിൻ്റെ കീഴിലായിരുന്നു ഈ ഗുഹാക്ഷേത്രം. തുടർന്ന് കേരള പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. ഏകദേശം 300 അടിയോളം ഉയരമുള്ള പാറയിൽ ചതുരാകൃതിയിലുള്ള ഗുഹയ്ക്കുള്ളിലാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠ. ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പക്ഷേ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും അംശങ്ങൾ കൂടി ഈ ഗുഹാക്ഷേത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. കൃത്യമായി അറിയില്ലെങ്കിലും ഈ ഗുഹാക്ഷേത്രം ഏകദേശം 8ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കുറേ കാലം കാട്ടിനുള്ളിൽ അജ്ഞാതമായിരുന്ന ഈ സ്ഥലം ഒരു നമ്പൂതിരി കുടുംബം കാണാനിടയാവുകയും ഇവിടെ പ്രതിഷ്ഠ ചെയ്യുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിക്ക് പുറത്തുനിന്ന് ഒരു കല്ല് പോലും ഇവിടെ ഇല്ല എന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തൂണുകളും വശങ്ങളിലുള്ള സുബ്രഹ്മണ്യൻ്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങളും ശ്രീകോവിലും ഉള്ളിലെ പീഠവും ശിവലിംഗവുമെല്ലാം തന്നെ പാറ തുരന്ന് ഉണ്ടാക്കിയതാണ്. ഇത്തരം ക്ഷേത്രങ്ങൾ ലോകത്ത് തന്നെ അത്യപൂർവമായാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനകത്ത് കാണുന്ന ഈ ശിവലിംഗം ഇവിടുത്തെ പാറ തുരന്ന് തന്നെ ഈ ശിവലിംഗം നിർമ്മിച്ചതാണ്. ഒരു പുരാതനമായ ശിവക്ഷേത്രമാണ് തന്നെയാണ് ഈ മടവൂർ പാറയിലെ ഈ ഗുഹാക്ഷേത്രം. പുരാതന മലയാള ലിപിയായ വട്ടെഴുത്തും ഇവിടെ കാണാൻ കഴിയുന്നതാണ്. എല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ തന്നെ ഇവിടെയും പ്രവേശന സമയവും ആരാധനയും പൂജ ഇതെല്ലാം ഉണ്ട്. അത് 2 നേരമായിട്ടാണ്. രാവിലെ 5:30 മുതൽ 10 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 5:30 മുതൽ 7 മണി വരെയാണ് ഇവിടുത്തെ പൂജാകർമ്മങ്ങൾ നടക്കുന്നത്. എല്ലാവരും ഒരിക്കലെങ്കിലും ഈ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള ഈ അതിപുരാതനമായ ഈ ഒരു ഗുഹാക്ഷേത്രം വന്ന് കണ്ടിരിക്കേണ്ടതാണ്. നമുക്ക് ഗുഹയ്ക്ക് അകത്തോട്ട് ക്യാമറയൊന്നും അലൗഡ് അല്ല. നമ്മൾ ഈ ഗേറ്റ് കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. കാരണമെന്ന് പറയുമ്പോൾ ഈ സ്റ്റെപ്പുകൾ തന്നെ എല്ലാം കല്ല് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനകത്ത് മുകളിലോട്ട് ഈ സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അവിടെ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒത്തിരി പേർക്ക് കൂടി നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ മൊബൈൽ ഫോണോ ക്യാമറയോ ഒന്നും മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആരാധനയും അല്ല അവരുടെ പൂജാതി കർമ്മങ്ങളോ അങ്ങനത്തെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. നിങ്ങളെല്ലാവരും കാണാൻ ഒരു പ്രത്യേകമായ വൈബാണ് അവിടെ ചെന്ന് നിൽക്കുക. പാറയോട് ചേർന്ന് കിടക്കുന്ന ഈ ഗുഹാക്ഷേത്രം ലോകത്തിലെ തന്നെ അത്യപൂർവമായ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ മടവൂർ പാറയിലെ ഈ ഗുഹാക്ഷേത്രം, ശിവക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുരാതന നിർമ്മിതികളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഇവിടെ വന്ന് കണ്ടിരിക്കേണ്ടത് തന്നെ. നമ്മൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട മനോഹരമായ ഒരിടം തന്നെയാണ് ഈ ഗുഹാക്ഷേത്രം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.